മുത്തേ ഇതെന്താടാ? എന്റെ നജാസേ, ഇത് ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാ. ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ. 1 വീതം 2 നേരം കഴിക്കണം. മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. സത്യം, ഞാൻ എന്റെ ചേച്ചിയോട് ചോദിച്ചതാ, അവളൊന്നും പറഞ്ഞടാ. എടാ ഞാനും ഇന്നലെ ടി വി കണ്ടടാ. ഇത് കഴിച്ചിട്ട് ഏത് ചേച്ചിക്ക് ചിറകൊക്കെ വന്നു. എന്ത് പരിപാടിയാലേ. ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ശക്തി കൂട്ടണമായിരുന്നു, നമുക്കൊന്നുമില്ല. എടാ മണ്ട, അതൊന്നുമല്ല. ആ മുത്ത് വെറുതെ തള്ളണതാ. പിന്നെ നിനക്കതെന്താന്നറിയോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അത് പറ. വേഗം വാ, അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം തീരും. അല്ലെങ്കിൽ കിണറ്റിന്ന് പോരേണ്ടി വരും. കഴിക്കാൻ പോവാ. അതൊക്കെ മതി, നീ വാ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തവരുടെ ഏതാടി? ഫിസിക്സ്. ഓ ഉത്തരാകാശം. ആ പെണ്ണുമ്പിള്ളനെ കാണാൻ എനിക്ക് കല്യാണം. ഹായ് ഇന്ദു, കവിത കലക്കി കേട്ടോ. താങ്ക് യു. ഇന്തെന്ത് രസമായിട്ട് കവിത അല്ലേ, പാട്ട് പാടുന്ന പോലെ ഉണ്ട്. എനിക്ക് കവിതയെക്കാളും കൂടുതൽ ഇഷ്ടം കഥയും നോവലും. എനിക്കും അതെ. എന്തുറ്റി നശിപ്പിച്ച് സമാധാനമായല്ലോ. ഞാനെന്ത് ചെയ്യാനാ, കുറച്ചും കൂടെ ഒക്കെ ധൈര്യം വേണം. പിടിച്ചേ വാ, പോവാ. പ്രേമിക്കാൻ നടക്കുന്നു നാറി. എടാ വേഗം പാടാ, പപ്സ് ചൂടാറുന്നതിന് മുമ്പ് ബേക്കറി എത്തണം. കുഴപ്പമില്ലടാ, നമുക്ക് ചൂടാക്കാം. പഴയ പോലെ ഓടാ വയ്യടാ. എടാ ചെല്ലടാ. പോയിട്ട് ഞാൻ എന്താ പറയാ? അവളല്ലേ പറഞ്ഞ അവൾക്ക് നോവലൊക്കെ ഇഷ്ടാന്ന്. ഈ വയസ്സ് ഏതെങ്കിലും നോവലിനെ പറ്റി പോയി പറടാ. എനിക്ക് നോവലൊന്നും അറിഞ്ഞൂടാ. എന്ത് കുന്തെങ്കിലും പോയി പറ. അപ്പോ ഇന്ദു, എന്താ ആദർശ് മാധവൻ? അത് പിന്നെ ഇന്ദുവിന് ഇഷ്ടപ്പെട്ട നോവൽ ഏതായിരുന്നു? ആദർശ് നോവലൊക്കെ വായിക്കാറുണ്ടോ? പിന്നെ നോവൽ, ചെറുകഥകൾ, കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, അപ്പോ ആദ്യത്തിനും രാധയും മറ്റു ചിലരും അതൊക്കെ വായിച്ചിട്ടുണ്ടോ? അതാരാ? എം മുകുന്ദന്റെ ആദ്യത്തിനും രാധയും മറ്റു ചിലരും. ഇല്ല, അത് മാത്രം വായിച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറിയിൽ ഉണ്ടല്ലോ, ഞാൻ അവിടുന്ന് ബുക്കൊക്കെ എടുക്കാറ്. ആദർശിനോട് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്തായാലും ആദർശ് ഉടനെ തന്നെ വായിക്കണം കേട്ടോ. നാളെ തന്നെ വായിക്കാം. ശരി. പൈസ കൊടുത്ത് വാങ്ങിക്കണം. ചേട്ടാ 2 ബൂമർ. ഇന്നാ ചേട്ടാ, സിനിമ മംഗളം എവിടെ? ഞാനത് തൂക്കി വിറ്റു. അല്ലേട്ടാ, പഴയതാണെങ്കിലും കുഴപ്പമില്ല. ചെക്കന്മാർ സ്ഥിരാന്നേ കുടിഞ്ഞു പോയോളൂ. കാലല്ലേ വയസ്സൊരു പട്ടം നൂലിന്മേൽ പാറുന്നേ. ഓ കാറ്റിന്റെ താളം അങ്ങോട്ടിങ്ങോട്ടാടുന്നേ. തേനൊഴുകണ നോട്ടം. ഇയാളെങ്ങനെ എത്ര സ്പീഡ് പോകുന്നു? അവളുടെ ലൈബ്രറിയിലേക്കാണ് സ്കൂളിലെ പിള്ളേര് പറയുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര വായനക്കാരനാ. ഒരു വായനക്കാരൻ. എൻ്റെ പ്രിയപ്പെട്ട രമയ്ക്കും അപ്പുക്കുട്ടനും, നിങ്ങൾക്കവിടെ സുഖമെന്ന് കരുതുന്നു. എനിക്കിവിടെ ദൈവാധീനത്താൽ സുഖമായി പോകുന്നു. അപ്പുവിന്റെ പഠിത്തത്തെ പറ്റി നീ വേവലാതിപ്പെടണ്ട. ഇനിയിപ്പോ എന്താ വേണ്ടേ? ശല്യപ്പെടുത്തണ്ട. എന്താ സാർ, സ്കോർ അറിയാം. പഞ്ഞി മിഠായി പിള്ളേരെ പഞ്ഞാ ബില്ല തല്ലുമല്ലേ തായേ
ഈ ഡെസ്ക് അങ്ങ് കൊണ്ടുപോവാ. എന്തിനാ ഇത്ര വലിയ മാവട്ടും? അതിന് മാത്രം നടവരൊന്നുമില്ലല്ലോ. കള്ളന്മാർക്ക് ഇപ്പോൾ എളുപ്പമായിരിക്കും. എന്റെ സുരേ, അങ്ങോട്ട് മാറുക. ശരി ശരി, ആ പുഷ്പാഞ്ജലിയുടെ പ്രസാദമായിട്ട് വാ. ശരി. എന്റെ സുരേ, സുരയല്ല സജ്ജി. കള്ളന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വാവട്ടത്തിന്റെ കാര്യം സീസണായി കഴിഞ്ഞാൽ ആന്ധ്രയിൽ നിന്നൊക്കെയാണ് അയ്യപ്പന്മാർ ഇവിടേക്ക് വരണേ. അവരാണെങ്കിൽ ഈ വലുപ്പുള്ള മാലയാണ് ഊരിയിട്ട് ഭണ്ണാരത്തിലേക്ക് അങ്ങോട്ട് ഇടണേ. സാമ്പത്തികമായിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ദേവി കാത്തോണേ. അതിലൊക്കെ എന്ത് കാര്യം എൻ്റെ രാമേട്ട? മരിച്ച തല തെക്കോ വടക്കോ? അതെ, ഇവിടെ നിന്ന് ആരൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. കൊച്ചുണ്ണി, ഇവനെന്താ പറ്റിയതാ? മേടിക്കാൻ പറ്റവൻ അടിച്ചു തീർത്ത്. എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കോണ്ട് ഇനി ആകെ ഇതേ ഉള്ളൂ. അയ്യോ സാറ് 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 മോനെ ടിറ്റോ. ഓ, എന്താ കോപ്പറം നിൽക്കുന്നേ? ഇരിക്ക്. മോനെ ടിറ്റോ, സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതെൻ്റെ വാക്കാ. പറ, നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരെയും പേര് പറഞ്ഞോ? പറയടാ മോനെ. ടിറ്റോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞോ? പറയടാ, ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് ഷർട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറെ. പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് അടിച്ചു. മാഷെ, എനിക്കറിയാം മാഷെ, നമുക്കെല്ലാ മൂത്തപ്പന്മാരെയും പൊക്കാം. മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തിനാണ് സാർ പോലീസ്? എടാ, സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതെ സാറേ, ഞാനില്ല, എനിക്ക് ഹറാമാണ്. എനിക്കും. ഹറാമാ? എന്നാ ക്ഷമിക്കേ, ഹറാമുള്ളവരൊക്കെ പോകും. നിങ്ങളോ? പറഞ്ഞോ, ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, ഇവൻ എന്താ ചെയ്യണ്ട മാഷേ? ഒന്നും ആലോചിക്കാനില്ല, ഡിസ്മിസിൽ അടിച്ചു കൊടുത്തേക്കാം. അല്ല മാഷേ, ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം? നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല. അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം. ഇപ്പൊ വിട്ടേക്കാം. ഒന്നും എടുത്തോണ്ട് പോടാ. ടിറ്റോ,